ഹലോ, വീട്ടിൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മയുണ്ട്, പിന്നെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ സാനിറ്ററി പാഡിലുള്ള കെമിക്കൽ കണ്ടന്റിനെ പറ്റിയിട്ടാണ് ഇവിടെ സാർ നോക്കിക്കൊണ്ടുവന്നത്. ഇതിൽ സ്റ്റിറൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മുടെ ടയറിൽ കാറിന്റെ ടയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോറോമീഥൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ പെട്രോളിയം റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അസറ്റോൺ നമ്മുടെ നെയിൽ പോളിഷ് അറിയോ, നെയിൽ പോളിഷ് റിമൂവലിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലുണ്ട്. ഇതിൽ തലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനും VOC വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് ഓവറിയിലൊക്കെ ഇപ്പോൾ ഫോളിക്കിൾസ്, ഓവേറിയൻ ക്യാൻസർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിനൊക്കെയുള്ള മെയിൻ റീസൺസ് ഇതിൽ ഡയോക്സിൻ ഉണ്ട്. 4 നമ്മുടെ പ്ലാസ്റ്റിക് കവറില്ലേ, അതിലുള്ള കണ്ടന്റാണ് നമ്മുടെ ഒരു സാനിറ്ററി പാഡിൽ വരുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ ഇതിലെ ഡയോക്സിൻ എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാകാവുന്ന ഇതിന്റെയൊക്കെ പഠന റിപ്പോർട്ടാണ് ചെറുപ്പം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കെമിക്കൽസ് ഇതിലുണ്ടെന്നുള്ളത് അറിയായിരുന്നോ? ഇല്ല, ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ കാര്യത്തിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഇനി ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതായത് നമുക്ക് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഈ മെൻസ്ട്രൽ കപ്പ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പീരീഡ്സ് ആവുന്ന സമയത്ത് ഗേൾസിന് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം 8-9 മണിക്കൂർ വരെ നമുക്ക് ഇത് ഒരെണ്ണം യൂസ് ചെയ്യാം. സോ ഇതിൽ അങ്ങനെ കെമിക്കൽസോ കാര്യങ്ങളോ യാതൊന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലല്ല, ഇത് പ്ലാസ്റ്റിക് അല്ല. ഇത് സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഈ കുഞ്ഞു കുട്ടികൾക്ക് നിപ്പിളിൽ ഒക്കെ കൊടുക്കുന്നില്ല, ആ ഒരു മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇതിന് ഇല്ല. പിന്നെ ഇതിൽ പല സൈസിൽ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ് ഇങ്ങനെ 3 സൈസിലാണ് അവൈലബിൾ ആവുന്നത്. അതിന്റെ ഒരു യൂസിങ് മെത്തേഡൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയോട് ഈ ഒരു കാര്യം പറയാം. നമുക്ക് ഒറ്റത്തവണ ഒരിക്കൽ വാങ്ങുമ്പോൾ ഇത് 10 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ മാസവും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ കേസ് ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, പക്ഷേ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അപ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം, ഇത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിന്റെ പാഡ് ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ? ഈ കടയിലൊക്കെ പോയിട്ട് റീയൂസബിൾ ക്ലോത്ത് പാഡ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കിട്ടും. സോ അമ്മയോട് അല്ലെങ്കിൽ അനിയത്തിയോടൊക്കെ ഇന്ന് പ്രത്യേകം പോയി പറയാം, ഈ മെൻസ്ട്രൽ കപ്പിന്റെ കാര്യം സെർച്ച് ചെയ്ത് അതിന്റെ യൂസിങ് മെത്തേഡൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. ഈ സാനിറ്ററി ഇതുപോലത്തെ സാനിറ്ററി നാപ്കിൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാം. സാധാരണ ഇങ്ങനെയൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാറില്ല, പക്ഷേ ഇത് കൂടുതൽ ചേച്ചി പറഞ്ഞു തന്നു. അപ്പം വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ പോലുള്ളവർ ഈ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് മെൻസ്ട്രൽ അവയർനെസ് ലേഡീസിന് മാത്രം ഉള്ളതാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ലേഡീസും ജെൻസും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരിക്കും ഭാര്യയ്ക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.